നമസ്കാരം ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് നിത്യ. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഭയങ്കര ത്രില്ലിങ്ങോട് കൂടിയിട്ടിരിക്കാൻ പറ്റിയതും അതേപോലെ തന്നെ നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നത് നമുക്ക് യാതൊരുവിധ ഐഡിയ ഇല്ലാണ്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ബെസ്റ്റ് 5 ത്രില്ലർ കൊറിയൻ ഡ്രാമാസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഡ്രാമയാണ് 2020 റിലീസ് ആയിട്ടുള്ള ഫ്ലവർ ഓഫ് ഈവിൾ. ഇത് നല്ലൊരു റൊമാൻറ്റിക് ത്രില്ലർ ആൻഡ് മൈസ്റ്ററി ആയിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കഥയെ പറ്റിയിട്ട് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരിക്കില്ല. കാരണം ഇതിലൊരു കപ്പിൾസിന്റെ സ്റ്റോറിയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നോർമൽ ലൈഫ് ജീവിക്കുന്ന ഒരു കപ്പിൾസിന്റെ സ്റ്റോറിയാണ് സ്റ്റാർട്ടിങ്ങിൽ. അതായത് നമ്മുടെ കഥയിലെ നായിക ഇതിലൊരു ഡിറ്റക്റ്റീവ് ആണ്. അവളുടെ ആ ഒരു ഹസ്ബൻഡാണ് നമ്മുടെ കഥയിലെ നായകൻ കേട്ടോ. പക്ഷേ കഥ പിന്നീട് ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. പിന്നീട് ഉണ്ടാകുന്നത് നിങ്ങളെല്ലാം കണ്ടുതന്നെ അറിയണം കേട്ടോ. കാരണം നല്ല മൈസ്റ്ററി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് എന്തായിരിക്കും പിന്നെ നമുക്ക് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഓരോ എപ്പിസോഡ്സും നമ്മൾ ക്യൂരിയോസിറ്റിയിൽ കണ്ടിരിക്കേണ്ട ഒരു ഡ്രാമയാണ് ഫ്ലവർ ഓഫ് ഈവിൾ. ഇതിലുണ്ടല്ലോ ലീ ജുങ്കി എന്ന് പറയുന്ന ആക്ടറാണ് ആക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ആക്ടിങ് തന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കാനായിട്ട് നമ്മുടെ കഥയിൽ നായികയുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ക്യാരക്ടർ അഭിനയിച്ചേക്കുന്നത് മുൻ ചേവൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് കേട്ടോ. അപ്പൊ ഇവര് രണ്ടുപേരും കട്ടയ്ക്കാണ് ആക്ട് ചെയ്തേക്കുന്നത്. കൂടാതെ സ്റ്റോറി എന്താണെന്ന് നിങ്ങൾക്ക് ഒട്ടും ഐഡിയ ഉണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ ത്രില്ലിങ്ങോട് കൂടിയിട്ട് കണ്ടിരിക്കേണ്ട ഒരു ഡ്രാമയാണ് ഫ്ലവർ ഓഫ് ഈവിൾ കേട്ടോ. സ്റ്റോറി എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടന്നെ അറിയണം. മെയിൻ ആയിട്ട് ഇവരുടെ ആക്ടിങ് ഇതിൽ എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആക്ട്രസ് ഇതിൽ ഡിറ്റക്റ്റീവ് ആയിട്ടാണ്. അപ്പൊ ആ ഒരു ആക്ട്രസിന്റെ ആക്ടിങ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഡിറ്റക്റ്റീവിനോട് നമുക്ക് ഭയങ്കരമായിട്ട് റെസ്പെക്ട് ഒക്കെ തോന്നും കേട്ടോ. പിന്നെ ഇവര് തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയും റൊമാൻസ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഭയങ്കര പ്യുവർ ആൻഡ് ഇന്റൻസ് ആണ് കേട്ടോ. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ മറക്കാണ്ട് നിങ്ങൾ മസ്റ്റ് വാച്ച് ആയിട്ട് കാണേണ്ട ഒരു ഡ്രാമയാണ് ഫ്ലവർ ഓഫ് ഈവിൾ. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണ് കേട്ടോ ഉള്ളത്. ഇതിന്റെ ആ ഒരു ഓപ്പണിംഗ് സീനൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഒട്ടും നിങ്ങൾ അത് മിസ്സാക്കരുത് കേട്ടോ. സെക്കൻഡ് ഡ്രാമയാണ് വീക്ക് ഹീറോ ക്ലാസ് 1. 2022 റിലീസ് ആയിട്ടുള്ള നല്ലൊരു ആക്ഷൻ ത്രില്ലർ ഡ്രാമ തന്നെയാണ് വീക്ക് ഹീറോ ക്ലാസ് 1 കേട്ടോ. ഇത് സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. സ്റ്റോറി എന്താന്ന് വെച്ചാൽ നമ്മുടെ കഥയിലെ നായകനുണ്ടല്ലോ ഭയങ്കരമായിട്ട് പഠിപ്പിസ്റ്റാണ് കേട്ടോ. സോ അദ്ദേഹത്തിന് അങ്ങനെ ആരായിട്ട് മിങ്കിൾ ആവാറില്ല. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ, പഠിപ്പ് മാത്രം ഫോക്കസ് ചെയ്യുന്ന അവന്റെ അടുത്തേക്ക് കുട്ടികളൊക്കെ റാഗിങ് ചെയ്യാൻ വേണ്ടി വരികയാണ് കേട്ടോ. പക്ഷെ അവനെ മാത്രം ആർക്കും തന്നെ ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. കാരണം അവിടെ ആ ഒരു സ്കൂളിൽ ഏറ്റവും കൂടുതൽ ബുള്ളിങ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ കഥയിലെ നായകൻ കേട്ടോ. അപ്പൊ ഇവന്റെ കൂടെ ഉണ്ടല്ലോ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് 2 പേരുണ്ട്. അപ്പൊ ഇവര് 3 പേരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നീട് സ്ലോലി ഗ്രോ ചെയ്യുന്നത് ഇത് നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു ആക്ടിങ്, മെയിൻ ആയിട്ട് ആ ഒരു മെയിൽ ലീഡിന്റെ ആ ഒരു ആക്ടിങ് എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ. അദ്ദേഹത്തിന് ഇതിൽ ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ ഒരു ആക്ടിങ്ങിന് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഒട്ടും മിസ്സാക്കരുത്. ആ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് പാക് ജിഹൂൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആയിട്ട് ചോയ് ഹ്യൂൻ വൂക്ക്, ഹോങ് ക്യോങ് എന്ന് പറയുന്ന 2 ആക്ടേഴ്സും ഇതിൽ മെയിൻ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവരുടെ 3 പേരുടെയും ഫ്രണ്ട്ഷിപ്പും അതേപോലെ തന്നെ ഇവര് 3 പേരും ആ റാഗിങ് ചെയ്യുന്ന കുട്ടികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആ ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ടോട്ടലി പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു പ്രസന്റ് ചെയ്തേക്കുന്ന രീതി, അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു സ്റ്റോറി ലൈനാണ് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. അപ്പൊ അതൊക്കെ പ്രസന്റ് ചെയ്തേക്കുന്നതൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ നെക്സ്റ്റ് എന്ത് സംഭവിക്കുന്നത് നമുക്ക് ഒട്ടും ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു സ്റ്റോറിയാണ് വീക്ക് ഹീറോ ക്ലാസ് 1 എന്ന് പറയുന്ന സ്റ്റോറിയിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് 8 എപ്പിസോഡ്സ് ഉള്ളു. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യൂരിയോസിറ്റിയിൽ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഇതിന്റെ എപ്പിസോഡ്സ് കഴിയും കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് ഇതിന് സെക്കൻഡ് സീസൺ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ഒരു 8ാമത്തെ ഒക്കെ സീസൺ എത്തിയപ്പോഴേക്കും ഇതിന് സെക്കൻഡ് സീസൺ ഉണ്ടോ, ഇനിയിപ്പോ അതെപ്പോഴും റിലീസ് ആവാന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ സെക്കൻഡ് സീസൺ ഇതുവരെ റിലീസ് ആയിട്ടില്ല കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗിലാണ് ഞാൻ. എന്തായാലും സ്റ്റോറി നിങ്ങൾ കണ്ടോളൂ, എന്തായാലും നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആക്കില്ല കേട്ടോ.
ഇനി മൂന്നാമത്തെ ഡ്രാമയാണ് 2024 റിലീസ് ആയിട്ടുള്ള എ ഷോപ്പ് ഫോർ കില്ലേഴ്സ്. ഇത് ഭയങ്കര എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. ഇതും നല്ലൊരു ആക്ഷൻ ത്രില്ലർ കൊറിയൻ ഡ്രാമയാണ് എ ഷോപ്പ് ഫോർ കില്ലേഴ്സ്. സ്റ്റോറി എന്താന്ന് വെച്ചാൽ ഇതിലൊരു ചെറിയൊരു പെൺകുട്ടിയുടെ കഥയാണ് കേട്ടോ പറയുന്നത്. അവൾക്കാണെങ്കിൽ പാരന്റ്സ് ഒക്കെ അവളുടെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അവളെ നോക്കുന്നത് അവളുടെ അങ്കിളാണ് കേട്ടോ. പക്ഷെ ഇതുവരെയൊക്കെ ഓക്കെയാണ്. പിന്നീട് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടന്നെ അറിയണം കേട്ടോ. നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കഥയാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. ഇതിലെ ആ ഒരു പ്ലോട്ടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. മെയിൻ ആയിട്ട് ഇവര് രണ്ടുപേരുടെ ആ ഒരു പെൺകുട്ടിയുടെയും അങ്കിളിന്റെയും ആ ഒരു റിലേഷൻഷിപ്പ്, അവരുടെ ആ ഒരു ബോണ്ടൊക്കെ നിങ്ങൾ വിചാരിക്കാത്തതിന്റെ അപ്പുറം ആയിരിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടന്നെ അറിയണം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ആക്ടിങ്ങും അതേപോലെ തന്നെ ഇവളുടെ ആക്ടിങ് ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. എന്തായാലും ടോട്ടലി പറയുകയാണെങ്കിൽ ഇതിൽ സ്റ്റോറി ലൈൻ, ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ്, ക്യാരക്ടേഴ്സ്, അവരുടെ ആക്ടിങ് എല്ലാം ഔട്ട്സ്റ്റാൻഡിങ് ആണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ മിസ്സാക്കരുത്, എന്തായാലും പോയി കാണണം കേട്ടോ. ഇതിലും ടോട്ടലായിട്ട് 8 എപ്പിസോഡ്സ് ഉള്ളൂ. ഇതിലും സെക്കൻഡ് സീസൺ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അടുത്തത് എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ഡ്രാമയാണ്. എന്തായാലും ഈ കൊല്ലം തന്നെ എന്തായാലും ഇതിന്റെ സീസൺ 2 പ്രതീക്ഷിക്കാം. പക്ഷേ ഫസ്റ്റ് സീസൺ എന്തായാലും അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഫോർത്ത് ഡ്രാമയാണ് ദ K2. 2016 റിലീസ് ആയിട്ടുള്ള ഇതും നല്ലൊരു ആക്ഷൻ ത്രില്ലർ ഡ്രാമയാണ് കേട്ടോ. മെയിൻ ആയിട്ട് ഈ ഡ്രാമ ഞാൻ കാണാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് ജി ചാങ് വുക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറാണ് കേട്ടോ. അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ഈ ഡ്രാമയിലേക്ക് ഞാൻ എത്തിയത്. ഈ ഡ്രാമ ഞാൻ കണ്ടപ്പോ ആകെപ്പാട് ഞെട്ടിപ്പോയി. ഫസ്റ്റ് സീസണെ കണ്ടപ്പോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നീട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോ ട്വിസ്റ്റുകളൊക്കെയാണ് സംഭവിക്കുന്നത്. പിന്നീട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തീർത്തിട്ടുള്ള ഒരു എപ്പിസോഡാണ് ദ K2 കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഭയങ്കര, എനിക്കിതിൽ പ്ലോട്ട് ആയിക്കോട്ടെ, ഇതിൽ ആക്ട്രസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ സപ്പോർട്ടിങ് ആക്ട്രസ് ആയിക്കോട്ടെ, എല്ലാവരും ഓരോരുത്തരും അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവർ നന്നായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലുണ്ടല്ലോ ഫീമെയിൽ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് ഇമ്യൂന എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ ആ ഒരു കെമിസ്ട്രി, ഇവരുടെ ആ ഒരു റൊമാൻസ് ഒക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് ആക്ഷൻ ത്രില്ലർ ഡ്രാമയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ജോണറൊക്കെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കായിരിക്കും ഈ ഡ്രാമ ഇഷ്ടപ്പെടുന്നത്. പിന്നെ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല, കാരണം പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നിരുന്ന് കാണണം. കുറച്ചൊരു നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ ഒരു സ്റ്റോറി മനസ്സിലാവുള്ളൂ കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ഒരു കഥയാണ് ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഞാൻ പറഞ്ഞ പോലെ 1-2 എപ്പിസോഡ്സ് ഒക്കെ ആദ്യം നമുക്ക് കുറച്ച് ബോറിംഗ് ഒക്കെ ആയിട്ട് തോന്നിയേക്കാം. പിന്നീടാണ് യഥാർത്ഥ കഥയിലോട്ട് ഇറങ്ങുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു 2 എപ്പിസോഡ് വരെ നിങ്ങൾ ഒന്നിരുന്നേ പറ്റും. അത് കഴിഞ്ഞ് എന്തായാലും ആ ഒരു കയറ്റത്തിലോട്ട് അങ്ങ് പൊക്കോളൂ കേട്ടോ. അങ്ങനെ കണ്ടിരിക്കേണ്ട ഒരു ഡ്രാമയാണ് ദ K2. ഇനി ലാസ്റ്റ് ഡ്രാമയാണ് 2023 റിലീസ് ആയിട്ടുള്ള ഡെത്ത് ഗെയിം. ഇതിലെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ നമ്മുടെ കഥയിലെ നായകനുണ്ടല്ലോ മരണത്തിനെതിരെ പോരാടുകയാണ് കേട്ടോ. കാരണം മരണം ഇവന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ജീവിതം എന്താണ്, ജീവിതത്തിന്റെ വാല്യൂ എന്താണ്. സൂയിസൈഡ് എന്ന് പറയുന്നത് ഒന്നൊന്നും എസ്കേപ്പ് ആവാനുള്ള ഒരു സൊല്യൂഷൻ അല്ല. അതിനെതിരെ അവന് മോട്ടിവേഷൻ നൽകുകയാണ് കേട്ടോ. ആ ഒരു സ്റ്റോറിയാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. ഇതിലുണ്ടല്ലോ അമേസിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ് ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത്. കാരണം അതൊക്കെ നിങ്ങൾ കണ്ടറിയണം കേട്ടോ. അതെങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത് എന്നെല്ലാം നിങ്ങൾ കണ്ടെന്നെ അറിയണം. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് ആ ഒരു ത്രില്ലിങ് പോവും. ഇത് നല്ലൊരു ത്രില്ലർ, ആക്ഷൻ ആൻഡ് ഫാന്റസി ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. 5 എപ്പിസോഡ്സുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൽ നല്ലൊരു മെസ്സേജിങ് ആണ് നമുക്ക് ഇവര് കൺവേ ചെയ്യുന്നത്. അപ്പൊ അതെന്താണെന്ന് നിങ്ങൾ കണ്ടെന്നെ അറിയണം കേട്ടോ. അപ്പൊ ഇതിലുണ്ടല്ലോ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് സിയോൻ ഗൂക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടർ ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ അദ്ദേഹം നന്നായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരുപാട് ആക്ടേഴ്സ്, സ്ട്രോങ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ആരാണ് എന്നുള്ളതും നിങ്ങൾ കണ്ടെന്നെ അറിയണം കേട്ടോ. ഫീമെയിൽ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് ജങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് കേട്ടോ. ആ ആക്ട്രസ് നിങ്ങൾക്ക് അറിയാലോ, ആൽക്കെമി ഓഫ് സോൾസ് എന്ന് പറയുന്ന ഡ്രാമ ഉണ്ടല്ലോ, അതിലെ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്ന ആക്ട്രസ് ആണ് ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അവളുടെ ആ ഒരു റോൾ ഇതിൽ എന്താണ്, അതേപോലെ തന്നെ എന്തായിരിക്കും പിന്നീട് ഉണ്ടാകുന്ന ആ ഒരു ലൈഫ് ഇവന്റ് എന്നുള്ളതെല്ലാം നിങ്ങൾ കണ്ടെന്നെ അറിയണം കേട്ടോ. ഇതും ഞാൻ പെട്ടെന്ന് ക്യൂരിയസ്, നമുക്ക് അടുത്തത് എന്താ സംഭവിക്കുന്നത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. പെട്ടെന്നൊക്കെ ആയിരിക്കും ഓരോ ട്വിസ്റ്റ് ഒക്കെ സംഭവിക്കുന്നത്. കാരണം ഇതിന്റെ ആ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ഭയങ്കര ബ്രില്യന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടെന്നെ അറിയണം. എന്തായിരിക്കും ഇത് ഫോളോ ചെയ്യുന്നത് എന്നെല്ലാം നിങ്ങൾ കണ്ടെന്നെ അറിയണം കേട്ടോ.
അപ്പൊ എനിക്ക് ഇഷ്ടമായിട്ടുള്ള ബെസ്റ്റ് 5 ആയിട്ടുള്ള ത്രില്ലർ ഡ്രാമാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ എല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കണേ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ത്രില്ലർ ഡ്രാമ ഏതാണ് എന്നും കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഞാൻ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നിങ്ങൾ ഡ്രാമ കണ്ടന്നെ അറിയണം കേട്ടോ. കണ്ടിട്ട് വേണം നിങ്ങൾ അതിന്റെ അഭിപ്രായം പറയാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.